We salute real heroes. ആറാം മാസം ലക്ഷണമൊത്ത വൃത്തം രചിച്ച് 6 വയസ്സ് കഴിഞ്ഞപ്പോൾ 25,000-ലേറെ ചിത്രങ്ങൾ വരച്ചുകൂട്ടിയ ഒരു കുട്ടി. 32 വർഷങ്ങൾക്ക് മുമ്പ് വിട പറഞ്ഞുപോയ അവന്റെ ഓർമ്മയിൽ ജീവിക്കുന്ന ഒരച്ഛനും അമ്മയും. വെറും 7 വർഷത്തിലൊതുങ്ങുന്ന ആ ഓർമ്മകൾക്ക് പക്ഷേ ഒരായുസിലൊതുങ്ങാത്ത കഥയുണ്ട് പറയാൻ. 7 വയസ്സ് തികയാൻ 1 മാസം അവശേഷിക്കുകയായിരുന്നു എഡ്മണ്ട് തോമസ് ക്ലിന്റ് എന്ന മഹാപ്രതിഭ അസ്തമിച്ചത്. മരണത്തിനു തൊട്ടുമുമ്പുള്ള ദിവസങ്ങളിൽ അവൻ പ്രിയപ്പെട്ട പപ്പയെയും മമ്മിയെയും ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു ഉറങ്ങാൻ നേരമായെന്ന്. വിധി അനുവദിച്ച 7 വർഷത്തിനുള്ളിൽ 7 ജന്മം കൊണ്ടും നേടാനാകാത്ത പ്രതിഭാശക്തി തെളിയിച്ചു ക്ലിന്റ് വാക്കുകളിലും വരകളിലും. ഏഴു വയസ്സ് തികയും മുമ്പ് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച് മടങ്ങിപ്പോയ ഒരു കുരുന്ന്. കഴിഞ്ഞ 32 വർഷമായി അവനു വേണ്ടി ജീവിക്കുന്ന അച്ഛനും അമ്മയും. ആരെയാണെന്ന് അല്ലല്ലേ. അപ്പോൾ കുറേ ഇങ്ങനെ ശ്രമിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെന്ന്. അപ്പോൾ ഞാൻ വൈകുന്നേരം ഓഫീസിൽ നിന്ന് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, മോൻ ഈ കല്ല് തിന്നാനല്ല ഇങ്ങനെ എന്തോ വരക്കണേന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ലക്ഷം ചോക്ക് എടുത്തു കൊടുത്തു. അപ്പോൾ ചോക്ക് കിട്ടിയ ഉടനെ തന്നെ മുറി മുഴുവനും ഇങ്ങനെ വരച്ച് ഇങ്ങനെ ഓടി നടന്ന് അത് കഴിഞ്ഞ് അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് തോന്നി ഇത് മോനൊരു ഇതാണല്ലോ, വരച്ച് നേരം പോകില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോ പെട്ടി ചോക്ക് വാങ്ങിച്ചിട്ട് മുറിയുടെ മുമ്പിലൊക്കെ വെച്ച്. അങ്ങനെ ഒരു ദിവസം ഞാൻ നോക്കിയപ്പോൾ മുറിയുടെ ഫുള്ളായിട്ടൊരു വലിയ സർക്കിള്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ കൊച്ചിങ്ങനെ ചോക്ക് ഇങ്ങനെ കൈകൊണ്ട് പിടിച്ച് ഇത്രയും ശരിക്കും 360 ഡിഗ്രിയുള്ള ഫുൾ സർക്കിൾ ഇതെങ്ങനെ വരച്ചു നോക്കാം എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇടക്ക് ഇങ്ങനെ ഒളിഞ്ഞൊളിഞ്ഞ് നോക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ചോക്ക് ഇങ്ങനെ 2 വിരലിൻ്റെ ഇടയിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നിവർന്നിങ്ങനെ കിടന്ന് കമന്ന് അടി പൊക്കിളിങ്ങനെ ഒരു ഫൾക്രം പോലെ ആക്കിയിട്ട് കൈ ഇങ്ങനെ നീട്ടി വെച്ചിട്ട് ഒരൊറ്റ ചുറ്റലാണ്. ഒന്ന് സ്പിൻ ചെയ്ത് തന്നപ്പോഴത്തേക്കും ഫുൾ സർക്കിള് അവൻ്റെ ഇത് ഡയമീറ്റർ ആയിട്ടുള്ള. എന്നിട്ട് അതിൽ നിന്ന് തെന്നി മാറിയിട്ട് വേറെ വരച്ചു. അപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. അപ്പോൾ ഞാൻ വൈകിട്ട് വന്നപ്പോൾ പറഞ്ഞിങ്ങനെ ഈ സർക്കിൾ ഇങ്ങനെ ഫുള്ളായിട്ട് വരച്ചാൽ. പക്ഷേ മോനൊരു സർക്കിൾ എങ്ങനെ വരച്ചു എന്നല്ലാതെ ഇത് വരയ്ക്കാനുള്ള ആ ബുദ്ധി ഇങ്ങനെ സ്പിൻ ചെയ്ത അതിനെക്കുറിച്ചൊന്നും അന്ന് ആലോചിച്ചില്ല, അത്രയും ചിന്തിച്ചില്ല. അതൊരു തുടക്കമായിരുന്നു. അന്നു മുതൽ മരണം വരെ ഓരോ വാക്കിലും പ്രവൃത്തിയിലും അച്ഛനെയും അമ്മയെയും ചുറ്റുപാടുകളെയും വിസ്മയിപ്പിച്ചുകൊണ്ടേയിരുന്നു ക്ലിന്റ്. മകന്റെ ആ വാക്കും ചിരിയും വരകളും മാത്രം മനസ്സിൽ സൂക്ഷിച്ചു കഴിയുകയാണ് അവന്റെ അച്ഛനും അമ്മയും. 3 കാലുള്ള ഒരു സ്റ്റൂളാണ് ഞങ്ങളുടെ ജീവിതത്തിൽ. അതിൽ നിന്ന് ഒരു കാല് നഷ്ടപ്പെട്ടിരിക്കുകയാണ് ക്ലിന്റ്. ആ ബാക്കി 2 കാലിൽ നിൽക്കാൻ വേണ്ടി ബാലൻസ് ചെയ്യാനുള്ള ഒരു സ്ട്രഗിളാണ്. അത് വിജയിക്കുമോ അറിഞ്ഞുകൂടാ. മോൻ്റെ ഓർമ്മകളിൽ മാത്രമായിട്ട് ജീവിക്കുകയാണ് മോനുണ്ടെന്ന്. ഇപ്പോഴും കൂടെ മോനിപ്പോൾ ഉണ്ട് ഞങ്ങളുടെ കൂടെ എന്നുള്ള ധാരണ ഞങ്ങൾക്കുണ്ട്. ഞങ്ങളോട് വളരെ അടുത്ത ആളുകൾക്കും ആ ഒരു ധാരണയുണ്ട് ക്ലിന്റ് അവരോടൊപ്പം ഉണ്ടെന്ന്. ഓർത്തിട്ടും പറഞ്ഞിട്ടും അവസാനിക്കുന്നില്ല കുഞ്ഞു ക്ലിന്റ് പകർന്നു നൽകിയ നിമിഷങ്ങളുടെ ധന്യത. മകൻ മരിച്ചെന്നറിഞ്ഞിട്ടും ഓർമ്മകളിൽ ഒതുങ്ങാത്ത അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നു അച്ഛനും അമ്മയും. അവനായി ഭക്ഷണം തയ്യാറാക്കുന്നു. അതിഥികൾ എത്തുമ്പോൾ ആദ്യം അത് മകനെ അറിയിക്കുന്നു. അവരെ സ്വീകരിക്കാൻ അവനോട് അനുവാദം ചോദിക്കുന്നു. സുഖത്തിലും ദുഃഖത്തിലും മകനെയും ഉൾപ്പെടുത്തുന്നു. ക്ലിന്റ് ഉപയോഗിച്ചിരുന്നതൊക്കെ ഭദ്രമായി സൂക്ഷിച്ചിട്ടുണ്ട് ഈ മുറിയിൽ. ഇവിടെയാണ് അവന്റെ ഓരോ ഇഷ്ടങ്ങളും അണുവിട തെറ്റാതെ അച്ഛനും അമ്മയും അനുവർത്തിക്കുന്നതും. ഇതാണ് ക്ലിന്റിന്റെ മുറി. ഓടിച്ചു നടന്നിരുന്ന കുഞ്ഞു സൈക്കിളും വരയ്ക്കാനിരുന്ന കുഷ്യൻ കസേരയും ഉൾപ്പെടെ ക്ലിന്റുമായി ബന്ധപ്പെട്ടതെല്ലാം ഈ മുറിയിലുണ്ട്.
7 വയസ്സിലൊതുങ്ങിയ ഒരു ആയുസിന്റെ അമാനുഷിക പ്രതിഭയെ സാഷ്ടാംഗം നമസ്കരിക്കാതെ ഈ മുറിക്കുള്ളിലേക്ക് കടക്കാനാകില്ല ഒരാൾക്കും. ഗണപതി പ്രാതൽ പാടിയാണ് MD ജോസഫ് മകനെ ഉറക്കിയിരുന്നത്. ക്രൈസ്തവരെങ്കിലും ഹിന്ദു പുരാണ കഥകളെല്ലാം മകനു പറഞ്ഞുകൊടുത്തു. ചെറിയ ഈ ബാലപ്രസിദ്ധീകരണത്തിൽ നിന്ന് ഞങ്ങൾ കഥകൾ വായിച്ചു കൊടുത്തു തുടങ്ങി. ആ ബാലപ്രസിദ്ധീകരണത്തിനെ കുറച്ചുകൂടി നമ്മൾ വിശേഷിപ്പിക്കാൻ വേണ്ടി അതിൻ്റെ ഒറിജിനൽ വായിച്ചു. അപ്പോൾ നമ്മളിങ്ങനെ ഈ എല്ലാ സാധനങ്ങളും, ഇപ്പോൾ ഗ്രീക്ക് മിത്തോളജിയും ഈസോപ്പ് കഥകളും ഗ്രീം സ്റ്റോറീസും ഒക്കെ ഇങ്ങനെ ഓരോന്ന് വായിച്ചു കൊടുത്തു കക്ഷിക്ക്. അങ്ങനെ അത് പുള്ളിക്ക് അത് ഇൻട്രസ്റ്റ് ആയി. അപ്പം നമ്മളതിൻ്റെ എല്ലാ ഇപ്പം മഹാഭാരതവും രാമായണവും ഒക്കെ അങ്ങനെയാണ് പുള്ളിയെ വായിച്ച് കൊടുത്തത്. അതിനുശേഷം മറ്റേ ഞങ്ങളുടെ ബൈബിള് വായിച്ചു. വേറെ ഏതായാലും ഇപ്പം ഗ്രീക്ക് മിത്തോളജി ഓരോന്ന് വായിച്ചു. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ പുള്ളിയെ ശരിക്ക് നമ്മളോട് ധാരാളം സംശയങ്ങൾ ഇങ്ങോട്ട് ചോദിക്കും. അപ്പോൾ അതിനൊക്കെ നമ്മൾ മറുപടി പറയാൻ പ്രിപ്പയർഡ് ആയിരിക്കണം. ഒരു പരിധിവരെ എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ ഗ്രഹിക്കാനുള്ള തോന്നലുണ്ടായത് മോൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ. മായ എലികളെ പോലും തീറ്റിപ്പോറ്റിയിരുന്നു ചിന്നമ്മ. എലികളുടെ വരവ് നിലച്ചപ്പോൾ പൂച്ചകളോടായി ആ കാരുണ്യം. 11 പൂച്ചകളാണ് ജോസഫിന്റെയും ചിന്നമ്മയുടെയും ലാളനയേറ്റ് വാഴുന്നത്. അന്യായക്കാരെയെല്ലാം കൊന്നൊടുക്കണം. കളിപ്പാട്ടങ്ങൾ നിരത്തി യുദ്ധഭൂമി സൃഷ്ടിക്കുമായിരുന്നു അവൻ.
ഒരു പിന്നാക്കക്കാരനാണ്. We salute real heroes. അപ്പോൾ അവനെന്തോ തോന്നി ഇവിടെ എന്തോ സംഭവിച്ചു. അപ്പോൾ ഓടി ഒന്ന് ഇവരോട് ചോദിച്ചു, മമ്മി എന്ത് ചെയ്യുന്നു ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, മമ്മി ഇങ്ങനെ ചെറുതായിട്ട് പൊള്ളി, അപ്പോൾ അതുകൊണ്ട് മുറിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, എൻ്റെ മമ്മി മരിച്ചു പോകാമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. എന്നാൽ സാരമില്ല എന്നുകൊണ്ട് പോയിരുന്നു വരച്ചു. അപ്പോൾ എനിക്കൊന്ന് പൊള്ളിന്ന് കണ്ടപ്പോഴത്തേക്കും അവന് പെട്ടെന്ന് മരണം മനസ്സിലേക്ക് വന്നു. പക്ഷേ മകൻ ഇത്രയൊക്കെ അസുഖം ഉണ്ടായിട്ടും ഇതെല്ലാം ഇരിക്കേണ്ട മരുന്നെല്ലാം കഴിച്ച് ഹോസ്പിറ്റലിൽ കിടന്നിട്ട് ഒരിക്കൽ പോലും ചോദിച്ചിട്ടില്ല. ഒറ്റക്കാഴ്ച, ഒരു കേൾവി, അതു മതിയായിരുന്നു ക്ലിന്റിന്. എല്ലാ കുട്ടികളും അങ്ങനെ തന്നെയാകുമെന്ന് ധരിച്ചു ചിന്നമ്മയും ജോസഫും. ആ അസാധാരണത്വം മനസ്സിലായത് അവൻ വിട പറഞ്ഞതിന് ശേഷമായിരുന്നു. ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തതിൻ്റെ ബുദ്ധിയും അതിന് പിന്നിലുള്ള ആലോചന ശേഷിയൊക്കെ ഇപ്പോഴാണ് മനസ്സിലേക്ക് വരണം. അപ്പം ഇപ്പോൾ ഭയങ്കര പ്രയാസം തോന്നാറുണ്ട്. എന്ന് വെച്ചാൽ ഇതൊന്നും മനസ്സിലാവാതെയല്ല വളർത്തിയത്. അവൻ്റെ കഴിവ് ഒന്നും തിരിച്ചറിയാതെയാണ് ഞങ്ങൾ അവനെ വളർത്തിയത്. അപ്പം ഇപ്പം ഇങ്ങനെ ഓരോരുത്തർ പറഞ്ഞു ഇതൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും വിഷമമുണ്ട്. ക്ലിന്റിൻ്റെ ഒരു കഴിവ് ഞങ്ങൾക്കില്ലായിരുന്നു. അപ്പോൾ ആളുകളങ്ങനെ തെറ്റിദ്ധരിച്ച് വരാറുണ്ട്, വലിയ ചിത്രകാരന്മാർ ആണ് അച്ഛനും അമ്മയും, അതുകൊണ്ട് മോൻ ചിത്രകാരനായി. നല്ല അറിഞ്ഞൂടാ, ഞങ്ങൾക്കൊന്നും അറിഞ്ഞൂടാ ഇതുവരെ. അവന്റെ എല്ലാ ആഗ്രഹങ്ങൾക്കും അവർ കൂട്ടുനിന്നിരുന്നു. രാജാവിനെ പോലെ ഉടനെ പുള്ളി ചോദിക്കും, എന്നോട് അന്ന് പറഞ്ഞത് അങ്ങനെയല്ലല്ലോ. മരിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ക്ലിന്റ് ചിന്നമ്മയോടും ജോസഫിനോടും യാത്ര പറഞ്ഞു തുടങ്ങി. ഒരു ദിവസം മുഴുവൻ ശവകുടീരം നിർമ്മിച്ച് അതിനു മുകളിൽ പൂക്കളർപ്പിച്ച് കളിച്ചു. ഇങ്ങനെ കളിക്കരുതെന്ന് ചിന്നമ്മ പറയും വരെ അത് തുടർന്നു. പിറ്റേന്ന് വായിച്ചിരുന്നുറങ്ങിപ്പോയ ക്ലിന്റ് എത്ര വിളിച്ചിട്ടും ഉണർന്നില്ല. ഭയന്നുപോയ ചിന്നമ്മയും ജോസഫും അയൽക്കാരെ വിളിക്കാൻ ഓടിയപ്പോൾ
ചിരിച്ചുകൊണ്ടവൻ കണ്ണു തുറന്നു. അച്ഛനെയും അമ്മയെയും പറ്റിച്ചതാണെന്ന് പറഞ്ഞ് ചിരിച്ചു. പിറ്റേന്ന് വായിക്കാനെടുത്ത കഥാപുസ്തകത്തിൽ ശവസംസ്കാരത്തെക്കുറിച്ചുള്ള കഥ കേൾക്കണമെന്ന് വാശി പിടിച്ചു. പറുദീസയിൽ നീ എന്നോടൊപ്പം ഇരിക്കും എന്ന ബൈബിൾ വചനം വായിച്ചു തരാൻ ആവശ്യപ്പെട്ടു. എല്ലാം കഴിഞ്ഞ് അമ്മയോടവൻ പറഞ്ഞു, കഴിഞ്ഞ ദിവസത്തെ പോലെ ഞാൻ ഉറങ്ങാൻ പോകുന്നു. ഉണർന്നില്ലെങ്കിലും അമ്മ വിഷമിക്കരുത്. ക്ലിൻ്റ് മരിച്ചപ്പോൾ ഞങ്ങൾ ആശുപത്രിയിലെ ആളുകളോട് പറഞ്ഞു, ഞങ്ങൾക്ക് രണ്ടുപേരും കുറച്ച് വിഷം തരിക, കൊല്ലണം. അത്രയും വിഷമായിരുന്നു. അപ്പോൾ അവർ തന്നില്ല. പക്ഷേ ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. പിറ്റേന്ന് കാലത്ത് ഞങ്ങൾ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. ഈ മോനിലല്ലോ വെളുപ്പിന് തലേന്ന് രണ്ട് ദിവസത്തെ ഉറക്കം നിൽക്കുന്നത് കാരണം വെളുപ്പിന് ഞങ്ങൾ ഉറങ്ങിപ്പോയി. നേരം വെളുക്കാറായപ്പോൾ മോഹൻ ഓടി വന്ന് വിളിച്ചെഴുന്നേൽപ്പിച്ചിട്ട് പത്രം കാണിച്ചെന്നു. മനോരമ പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ തന്നെ നടത്തിപ്പുകാരൻ അങ്ങനെ ബാങ്ക് എംപ്ലോയിയാണ്. രാജീവ് കുമാർ എന്നോട് പറഞ്ഞു, ഇത് എന്ത് തെയ്യമാണ് എന്ന് നമുക്കൊന്ന് അന്വേഷിച്ച് കളയാം. അവിടെ ഓണാഘോഷത്തോട് ബന്ധപ്പെട്ട് തെയ്യം കെട്ടുകാർ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ ഈ കനകക്കുന്നിൻ്റെ മറ്റേ വശത്ത് പോയിട്ട് തെയ്യം കെട്ടുകാരെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഇതെന്ത് തെയ്യമാണെന്ന് ചോദിച്ചു. അപ്പോൾ വന്ന ആൾ ചെറുപ്പക്കാരൻ. അയാൾ കുറേ നേരം നോക്കി നേരം മിണ്ടാതെ അങ്ങോട്ട് പോയി. കുറച്ച് കഴിഞ്ഞ് അയാൾ അവിടുത്തെ എല്ലാ മൂത്ത തെയ്യം കെട്ടുകാരെയും വിളിച്ചുകൊണ്ട് വന്നിട്ട് അവരിങ്ങനെ കുറേ നേരം നോക്കി നിന്നു. അതിലെ പ്രായമുള്ള കക്ഷി തിരിഞ്ഞ് രാജീവിനോട് ചോദിച്ചു, ഈ വരച്ച ആളെ ഒന്ന് വിളിക്കാവോ എന്ന് ചോദിച്ചു. അപ്പോൾ രാജീവ് പറഞ്ഞ് ആൾ വരാൻ നിർവാഹമില്ല, ആളിവിടെ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ കുറേ നേരം ഇങ്ങനെ നോക്കി നിന്നിട്ട് ഈ 10 ദിവസത്തെ പരിപാടിയാണ്, 10 ദിവസത്തിനകത്ത് ഇയാൾ മടങ്ങി വരുമോ എന്ന് ചോദിച്ചു. ഈ 10 ദിവസത്തെ എന്തെങ്കിലും ഇയാളെ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞ് കാണാൻ പറ്റില്ല എന്ന്. രാജീവ് പറഞ്ഞ് കാണാൻ പറ്റില്ല എന്ന്. അപ്പോൾ അയാൾ തിരിഞ്ഞ് രാജീവിനോട് ചോദിച്ചു, ഇയാൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ രാജീവ് അയാൾ ചോദിച്ചു, എന്താ അങ്ങനെ ചോദിച്ചതെന്ന് പറയും. അയാൾ വേറെ ഒന്നുമല്ല, ഇത് മൂച്ചിലോട്ട് ഭഗവതി തെയ്യമാണ്. ഞങ്ങൾ ഈ തെയ്യം കെട്ടുമ്പോൾ, ഞാൻ തെയ്യം കെട്ടുകാരനാണ്, ഞങ്ങൾ തെയ്യം കെട്ടുമ്പോൾ ഇതിനകത്തുള്ള എല്ലാ വേഷവും പെർഫെക്റ്റായിട്ട് കെട്ടാറില്ല. പക്ഷേ ഇത് പെർഫെക്റ്റാണ് ഈ വരച്ചത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കെട്ടിയാൽ ഈ തെയ്യം കെട്ടുന്ന ആൾ മരിച്ചു പോകുമെന്നാണ് ഞങ്ങൾക്കുള്ള ഒരു വിശ്വാസം. അതുകൊണ്ട് ചോദിച്ചതാണെന്ന് പറഞ്ഞു. വിശ്വാസങ്ങൾ കടപുഴക്കി എറിയാൻ കെൽപ്പുള്ള ശാസ്ത്രത്തിന് പക്ഷേ ക്ലിന്റിന്റെ കാര്യത്തിൽ ഒരു വിശദീകരണവുമില്ല. ആ ജീവിതം കേൾക്കുന്നവരെല്ലാം 1000 തവണ മനസ്സിൽ ചോദിക്കും, ആരായിരുന്നു ക്ലിന്റ്? We salute real heroes. We salute real heroes.
എന്ന് പറഞ്ഞ് അവന്റെ കൽപ്പനകൾ ശിരസാ വഹിച്ചു. അന്തിച്ചോപ്പ് പടർന്ന ആകാശവും കടലും കാട്ടിക്കൊടുത്തു അമ്മ. മകനൊപ്പം മലയും കുന്നും കയറിയിറങ്ങി. നാട്ടുവഴികളിലും ഉത്സവപ്പറമ്പുകളിലും സെമിത്തേരികളിലും മകന്റെ കൈപിടിച്ചു നടന്നു ജോസഫും ചിന്നമ്മയും. ക്ലിന്റിന്റെ മരണത്തെ അതിന്റെ എല്ലാ യാഥാർത്ഥ്യത്തോടെയും ഉൾക്കൊണ്ടു കഴിഞ്ഞിരിക്കുന്നു ഈ അച്ഛനും അമ്മയും. പക്ഷേ ഭൗതികമായ ഒരു അസാന്നിധ്യം മാത്രമാണ് ഇവർക്ക് മകന്റെ വിയോഗം. ഊണിലും ഉറക്കത്തിലും ക്ലിന്റ് തങ്ങൾക്കൊപ്പമുണ്ടെന്ന് ഇവർ വിശ്വസിക്കുന്നു. തികഞ്ഞ യാഥാർത്ഥ്യബോധത്തോടെ അവനു വേണ്ടി മാത്രം ജീവിക്കുന്നു. ലോകത്തിനെ സംബന്ധിച്ച് അപൂർവമായ ചിത്രകാരന്മാരിൽ ഒരാളായിരിക്കും എഡ്മണ്ട് തോമസ് ക്ലിന്റ്. പക്ഷേ ജോസഫിനും ചിന്നമ്മയ്ക്കും ക്ലിന്റ് എന്ന ഒറ്റ ലോകമേയുള്ളൂ. 2500 ദിവസം, 25,000-ലധികം ലക്ഷണമൊത്ത ചിത്രങ്ങൾ. ഇത് ലോകാത്ഭുതമാണ്. ബാക്കി വച്ച ഒരു കർമ്മം പൂർത്തീകരിക്കാൻ തിരക്കിട്ടെത്തിയ ഏതോ ജന്മം. ആ ആത്മാവിനെയായിരിക്കാം ജോസഫും ചിന്നമ്മയും എഡ്മണ്ട് തോമസ് ക്ലിന്റ് എന്ന പേര് നൽകി സ്വീകരിച്ചത്. തിരിച്ചു പോകാനുള്ള വ്യഗ്രതയിൽ ആ 7 വയസ്സുകാരൻ 70 വയസ്സുകാരന്റെ ആർജവത്തോടെ കർമ്മങ്ങൾ പൂർത്തീകരിച്ചു. അല്പായുസുകളായ മഹാന്മാരുടെ പട്ടികയിൽ മുൻപന്തിയിലായിരിക്കും ക്ലിന്റ്. ആ ജന്മസാഫല്യം ഏറ്റെടുത്ത് മറ്റൊരു കർമ്മനിയോഗം പൂർത്തിയാക്കുകയാണ് ജോസഫും ചിന്നമ്മയും. അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ജീവാത്മാവിന് ഭൂമിയിലേക്ക് വഴിയൊരുക്കിയ ജന്മപുണ്യമുണ്ട് ഈ അച്ഛനും അമ്മയ്ക്കും.